ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുക്കറപ്പമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുവാന്ന് കേൾക്കുകയാണെങ്കിൽ വീട്ടിലാരുമില്ല, പുറത്ത് പോയി പലഹാരമൊന്നും മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചരി വെള്ളത്തിലിട്ട് പെട്ടെന്ന് കുതിർത്തുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ സോഫ്റ്റായിട്ടാണ് ഈ അപ്പം കിട്ടുക, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. നമുക്ക് നെയ്യിലോ 2 സ്പൂൺ നെയ്യോ 2 സ്പൂൺ എണ്ണയോ മതി ഇട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചിലവ് വളരെ കുറവാണ്. മധുരം വേണ്ടവർക്ക് മധുരം ഇട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാഴി പച്ചരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1.5 തവിയോളം ചോറ് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജീരകവും നമ്മുടെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഇട്ടുള്ളതായതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി അല്ലാതെ നമുക്ക് എന്തെങ്കിലും പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റാഗിപ്പൊടി ഞാൻ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതല്ലാതെ റവ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്പൂണ് റാഗിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കര നമ്മൾ നേരത്തെ തന്നെ മധുരത്തിന് ആവശ്യമായത് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാകം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഒത്തിരിയൊന്നും വേണ്ട, ഒരു പിഞ്ച് മതി. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രൈ പാനിനകത്തോ നമുക്ക് ചെയ്യാവുന്നേ കേട്ടോ. ഞാനിത് കുക്കറിനകത്ത് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുക്കറില്ലാത്ത വീടുകളില്ലല്ലോ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. എണ്ണയിലും ചെയ്യാവേ, ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കും. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ആ കറുത്ത് കിടക്കുന്നൊന്നും കരടൊന്നും അല്ല കേട്ടോ, അതിൻ്റെ കക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ പീനട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ആ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ മാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മാവും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. കാഷ്യൂവും നമ്മുടെ കിസ്മിസും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വയ്ക്കുമ്പോൾ പീസിൽ ഊരി മാറ്റണം കേട്ടോ, അതിൻ്റെ എയർ പോകാനായിട്ട്. ഇതിങ്ങനെ വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിലെ കൂടെ എയർ പോയി തുടങ്ങിക്കോളും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോഴാണിതാ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ കുക്കറപ്പൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തോന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു കത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ നിപ്പൊന്ന് കുത്തി ഇറക്കി നോക്കിയാൽ മതി, അല്ലെങ്കിൽ പപ്പടം കുത്തിയൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. 12-13 മിനിറ്റ് മതി ഇത് വെന്തെടുക്കാനായിട്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളുക. നെയ്യും എണ്ണയും ഒക്കെ വളരെ കുറവ് മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.